എടി അതോടെ എന്റെ മോന്റെ കൂടെയുള്ള ജീവിതം തീരുന്നിന്റെ. ആ, നിങ്ങൾ പ്രതിഭയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ചെയ്ത കാര്യങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അത് തെളിവ് സഹിതം പുറത്തു വിട്ടാ ആരുടെ ജീവിതം തീരാൻ പോന്നേ നമുക്ക് കാണാം. പേടിപ്പിക്കാത്ത ലേഹ്യം കൊടുത്താടി. ഇത് ഞാൻ തരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇതിൽ എന്താ അടങ്ങിയിരിക്കുന്നതെന്ന് കൂടി ഞാൻ ലാബിൽ കൊണ്ടുപോയി പരിശോധിപ്പിക്കുന്നുണ്ട്. തിരുവോണത്തിന് പ്രതിഭയെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവല്ലോ. കൊണ്ടുപോണം. ഇവളൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത് വരെ ഈ റിസൾട്ട് എന്റെ കയ്യിലുണ്ടാവും. ഇവൾക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ച അന്ന് ഞാനിത് പുറത്തുവിടും. ഇല്ലടി, സുശീല നിനക്ക് മുന്നിൽ തോറ്റു തന്നോന്ന് നീ വിചാരിക്കണ്ട. എന്റെ കളി ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പ്രതിഭ എവിടെ ഇരിക്കെ? ഞാൻ എടുത്തുതരാം. ഇരിക്കെ. പ്രതിഭയുടെ വീട്ടിൽ നിന്ന് സദ്യയും പായസമൊക്കെ കാണുന്നറിയാം. എന്നാലും ഇവിടുത്തെ അമ്മയുണ്ടാക്കി പായസം നീ ഒന്ന് കഴിച്ചു നോക്ക്. കഴിക്ക സത്യടാ. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട് സത്യേട്ടാ? എന്നോട് ചോദിക്കണോ? ഇക്കാര്യത്തിൽ നമ്മുടെ അമ്മയുടെ കൈപുണ്യം എനിക്കറിയാവുന്നതല്ലേ. അമ്മ പായസം കുടിച്ചില്ലല്ലോ, കുറച്ചെടുക്കട്ടെ? ആ എടുത്തോ. ഇതാണല്ലോ മധുരം കുടിക്കേണ്ട സമയം. ആ നീ അവിടെ ഇരിക്ക പ്രതിഭേ. കാല്. ആ നിന്റെ വീട്ടിൽ ഓണാഘോഷമൊക്കെ ഉണ്ടായിരുന്നോ? ചെറുതായിട്ട് പൂക്കളൊക്കെ ഇട്ട് സദ്യ ഉണ്ടായിരുന്നു. ഇന്ദ്രേട്ടൻ വന്നില്ലേ അമ്മേ? അവന്റെ പേരിവിടെ പറഞ്ഞു പോരുത്. പൊങ്ങഞ്ഞു കൊള്ളി പുറത്ത്. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ ഇത് കുടിക്ക്. ആര് ധിക്കരിച്ചാലും അവനെന്നെ ധിക്കരിച്ചു പോകാൻ പാടില്ലായിരുന്നു. ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. സത്യ വാ, നമുക്ക് അപ്പുറത്തിരിക്കാം. ഇന്ദ്രേട്ടൻ പഞ്ചരത്നത്തിൽ പോയത് അമ്മ വിഷയാക്കുന്ന ലക്ഷണമാണല്ലോ സത്യ. ഏയ്, ഈ പറയുന്നതൊക്കെ ഉള്ളൂ. ഇന്ദ്രേട്ടനെ കാണുമ്പോ അമ്മയുടെ മനസ്സ് തണുക്കും. ഏയ്, എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ മനസ്സിൽ കാര്യമായി എന്തൊക്കെയോ കണക്കൂട്ടലുകളുണ്ട്. സോനെ, മോളുണെന്നു തോന്നുന്നു. ഞാൻ നോക്കാം. സോനെ, ഞാൻ പോയി നോക്കിക്കോളാം. അതെന്തിനാ? നീ അവിടെ ഇരിക്കേ. സോനയുടെ കുഞ്ഞിനെ സോന നോക്കിക്കോളൂ. ഉറക്കം തെളിഞ്ഞ അവക്ക് എന്നെ കണ്ടില്ലെങ്കിൽ വലിയ വാശിയാ. ഞാൻ നോക്കിക്കോളാം. നിനക്കെന്താ പ്രതിഭേ എന്റെ മുമ്പിൽ ഇരിക്കാനൊരു പേടി പോലെ? പേടി എന്തിനാ അമ്മ? എനിക്ക് അമ്മയെ ബഹുമാനേ ഉള്ളൂ, പേടിയൊന്നുമില്ല. എന്നാലേ നീ ഇനി മുതൽ എന്നെ പേടിക്കണം മോളെ. ഇവിടെ നിന്നെ സഹായിക്കാൻ അനുപമയൊന്നും വരില്ല. അവളെ ഈ നാട്ടിൽ തന്നെ ഓടിച്ചുവിടാൻ പോവാ ഞാൻ. എന്റെ മൂത്ത മരുമോള് ഇതുവരെ എന്റെ മുമ്പിൽ തോറ്റിട്ടേ ഉള്ളൂ.
എന്നാലിപ്പോ നിന്നെ മുമ്പിൽ നിർത്തി അവൾ എന്നോട് മത്സരിക്കുക, എന്നോട് ജയിക്കാൻ വേണ്ടി. ആ, എനിക്ക് അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റൂടി. നീ ഇവിടെ നിൽക്കുമ്പോ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ആയുസ് എന്റെ കയ്യിലാ. അനുപമ വിചാരിച്ചാലൊന്നും ഇനി അതിനെ രക്ഷിക്കാൻ കഴിയില്ലടി. അതുകൊണ്ട് നീ ഇനി നല്ലോണം സൂക്ഷിച്ചു. ആ പായസം മുഴുവൻ കുടിക്ക് പ്രതിഭേ. അതിലൊന്നുമില്ല, നീ പേടിക്കണ്ട, ഞാനും കുടിച്ചതല്ലേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ സംസാരിച്ചത് നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി. അതൊക്കെ നീ സത്യനോട് പറയാൻ പോയാ അവൻ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ ഉടനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയുള്ളൂ. ഹാ, എന്നാ പിന്നെ ശരി, മോൾ ആലോചിച്ച് വേണ്ടത് ചെയ്യേ. രഘുവേട്ടാ, രഘുവേട്ടൻ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഓണാഘോഷമൊക്കെ അടിപൊളിയായിരുന്നില്ലേ? അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എന്താ രഘുവേട്ടാ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല സീരോ, വേറെ പ്രശ്നമൊന്നുമില്ല. നീ എന്താ വിളിച്ചേ? അത്താഴം കഴിക്കാൻ അച്ഛൻ രഘുവേട്ടനെ അന്വേഷിച്ചു. എനിക്ക് വേണ്ട ചീരോ, അമ്മാവൻ കഴിക്കട്ടെ. അച്ഛൻ കഴിച്ചു തുടങ്ങി. പിന്നെ രഘുവേട്ടനെ വിളിച്ചതേ കഴിക്കാൻ മാത്രമല്ല, എന്തോ സംസാരിക്കാൻ കൂടിയാന്ന് തോന്നുന്നു. എന്ത് സംസാരിക്കാൻ? അതറിയില്ല. എന്താ രഘുവേട്ടൻ എന്തോ ഒരു ഭയം പോലെ? എനിക്കെന്ത് ഭയം? ചീരോന് തോന്നുക. അല്ല രഘുവേട്ട, രഘുവേട്ടൻ ആരെയോ എന്തിനെയോ ഭയക്കുന്നുണ്ട്. അത് രഘുവേട്ടനെ കണ്ടാ അറിയാം. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട, പക്ഷെ എനിക്കറിയാം രഘുവേട്ടൻ ഭയക്കുന്നത് അവനെയാണെന്ന്, ആദിലിന്. ചീരോ? അതെ, ആ തിരക്കിനിടയിലും ഞാൻ അവനെ കണ്ടു. അവൻ എന്തിനാ രഘുവേട്ട വന്നത്? അത് പിന്നെ ആ സ്വർണം അവൻ മനഃപൂർവ്വം വണ്ടി സൂക്ഷിക്കാറുണ്ട് ചീരോ. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാ അവൻ വിശ്വസിക്കുന്നത്.